ഹായ് ഓൾ, വെൽക്കം ടു ട്രൂവെൻ. മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സതീഷ് മേനോൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു വ്യക്തിയുടെ വേഗത മണിക്കൂറിൽ 5 കിലോമീറ്റർ ആണെങ്കിൽ 45 മിനിറ്റ് വൈകിയും അയാളുടെ വേഗത മണിക്കൂറിൽ 6 കിലോമീറ്റർ ആണെങ്കിൽ 25 മിനിറ്റ് മുമ്പും എത്തുന്നു. അയാളുടെ ആരംഭ ബിന്ദുവിൽ നിന്ന് അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടൈപ്പ് സ്പീഡാണ് പറയുന്നത്. ഇപ്പോൾ ഒരു നിശ്ചിത സ്പീഡിൽ പോവുകയാണെങ്കിൽ അയാൾ കറക്റ്റ് ടൈമിൽ എത്തുന്നു. ഇനി അയാൾ സ്പീഡ് കൂട്ടി പോവുകയാണെങ്കിൽ അയാൾ നേരത്തെ എത്തുന്നു. സ്പീഡ് കുറച്ച് പോവുകയാണെങ്കിൽ അയാൾ നേരം വൈകി എത്തുന്നു. ഇതാണ് എൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ആ എൻഡിങ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു മെത്തേഡ് വഴി ചെയ്യാനായിട്ട് പറ്റും. ആ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഒരു വ്യക്തിയുടെ വേഗത മണിക്കൂറിൽ 5 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ, അതായത് ആദ്യത്തെ ആളുടെ വേഗത എത്രയാണ് അത് നമ്മളിവിടെ എടുക്കുക. 5 kmph ആണ്, അതെടുത്തു. ഇനി രണ്ടാമത്തെ അയാളുടെ വേഗത എടുക്കുക. രണ്ടാമത്തെ ആളുടെ വേഗത വരുന്നത് 6 kmph ആണ്. ഇപ്പം 2 വേഗതകൾ നമുക്ക് കിട്ടിയേ. ഇനി എന്ത് ചെയ്യണം? ഈ 2 വേഗതകളുടെയും നമ്മൾ LCM നമ്മൾ കാണണം. ഈ 2ൻ്റെയും നമ്മൾ LCM കാണുമ്പോൾ എന്ത് കിട്ടി? 5ഉം 6ൻ്റെയും LCM എന്ന് പറയുമ്പോൾ നമുക്ക് 30 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, 30 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരണം കേട്ടോ. ഈ ഒരു മെത്തേഡ്സ് നമ്മൾ ബുക്കിലോ നമ്മൾ വേറെ ക്ലാസ്സസിലൊന്നും കാണണമെന്നില്ല. ഈ ടൈപ്പ് ചോദ്യം ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ഫോർമുലയൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന 2 സ്പീഡ്സ്, ആ 2 സ്പീഡ്സിന് എന്ത് കണ്ടു? നമ്മൾ LCM നമ്മൾ കണ്ടു. അതിനെ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? അതിനെ നമ്മൾ ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ 2 പോയിന്റ്സിലും അയാൾ എടുക്കുന്ന ആ ടൈം എന്താണോ ആ ടൈമിൻ്റെ ഡിഫറൻസുകൾ, അല്ലെങ്കിൽ ആ സമയത്തിൻ്റെ ദൈർഘ്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 30 എന്ന് പറയുന്നത് 5 കിലോമീറ്റർ പെർ അവർ ആണ്, 6 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആയിട്ട് 30 എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ തന്നെയായിരിക്കും. ഇനി നമ്മൾ എടുക്കേണ്ട സമയത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മണിക്കൂറിൽ തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, നമ്മൾ 2 ടൈംസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. 45 മിനിറ്റ് അയാൾ ലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്, 25 മിനിറ്റ് ഏർലി ആണെന്നും പറയുന്നുണ്ട്. ഈ 2നെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? 2നെയും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ടൈമിനെയും ഏർലി ആയിട്ടുള്ള ടൈമിനെയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 70 മിനിറ്റ് എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 30നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 70 മിനിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ 30 എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്, പക്ഷെ ഈ 70 എന്ന് പറയുന്നത് മിനിറ്റിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മിനിറ്റിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യണം? നമ്മൾ മണിക്കൂറായിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ 70 മിനിറ്റിനെ എങ്ങനെ നമുക്ക് മണിക്കൂറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും? നമുക്കറിയാം, മിനിറ്റിനെ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറായിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറാണ്. 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 ഡിവൈഡ് ബൈ 2, അഥവാ നമുക്ക് എന്ത് 120 ഡിവൈഡ് ബൈ 60, അഥവാ 2 മണിക്കൂർ എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ. അപ്പം മിനിറ്റിനെ നമുക്ക് മണിക്കൂറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 60 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണു? ഞാൻ 60 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. കിട്ടിയല്ലോ. ഇനി എൻ്റെ ആൻസറിലേക്ക് ഞാൻ എത്തി. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 30 60 2 വർഷം പോകും. 2 70 35 കിലോമീറ്ററേക്ക് എൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ഈസി മെത്തേഡ് ഒന്ന് പഠിച്ചു വയ്ക്കുക. തന്നിരിക്കുന്ന വ്യത്യസ്ത സ്പീഡുകളുടെ ആ ആവറേജ് സ്പീഡ് മീൻസ് ആ 2 ഇതിൻ്റെയും LC നമ്മൾ കാണുക. ആ LCത്തിനെ എന്ത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ടൈം ഡ്യൂറേഷൻ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇനിയിപ്പോൾ 2 പേരും ഈ ടൈം ഡ്യൂറേഷൻ ആയിട്ട് ഇപ്പോൾ 70 മിനിറ്റ് വന്നത് കൊണ്ടാണ് നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണത് നമ്മൾ അല്ലേ. ഇനിയിപ്പോൾ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 മിനിറ്റ് വന്നതെന്ന് വിചാരിക്കുക. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 അവർ ആണ്. അപ്പോൾ എനിക്ക് 30നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 30 × 1 എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മിനിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ ഞാൻ മണിക്കൂറിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 60 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ഒരു ബസ് 45 മിനിറ്റിനുള്ളിൽ ഒരു നിശ്ചിത ദൂരം പിന്നിട്ടു. 25 മിനിറ്റിനുള്ളിൽ അതേ ദൂരം പിന്നിടാനായിട്ട് ബസ്സിന്റെ വർദ്ധിച്ച വേഗത എത്രയായിരിക്കും? ഓക്കെ, 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ 45 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, 25 മിനിറ്റിൽ ദൂരം പങ്കിടാനായിട്ട് എത്ര സമയം, എത്ര വേഗത്തിൽ പോകണം എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം 60 കിലോമീറ്റർ സഞ്ചരിക്കാനേ 45 മിനിറ്റ് എടുക്കുന്നുണ്ട്. 25 മിനിറ്റിൽ നമുക്ക് ദൂരം സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ സ്പീഡിൽ നമ്മൾ പോകണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 60നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഓക്കെ, വലിയ വേഗത എത്രയാണ്? 45.
ഡിവൈഡഡ് ബൈ ചെറിയ വേഗത എത്രയാണ് 25. ഇത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടിയെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 60 × 45/25. കാരണം നമ്മുടെ ആൻസർ വരേണ്ടത് എന്താണ്? വലിയൊരു വാല്യൂ ആണ് വരേണ്ടത്. അതുകൊണ്ടാണ് 45/25 ചെയ്തതെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 60 × 45/25 ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടി? 5 വെച്ച് നമുക്ക് വെട്ടിക്കളയാം അല്ലേ. 5 വെച്ച് വെട്ടി, ഇവിടെ 5 വെച്ച് വെട്ടി, ഇവിടെ എന്ത് വന്നു? 5 9 പ്രാവശ്യം പോയി 5 12 12 × 9 എന്ന് പറഞ്ഞാൽ 108 kmph. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ പോയ ആ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് ആ വേഗത നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു? നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് കുറച്ചും കൂടെ വേഗതയാണ് നമുക്ക് വേണ്ടത് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 60 × 45/25 ചെയ്തു. എൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വേഗത 108 km/h ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുക്ക് നോക്കാം. കാർ എ കാർ ബിക്ക് 110 മീറ്റർ മുന്നിലായിരുന്നു. 4 സെക്കൻഡിന് ശേഷം കാർ എയെ മറികടക്കാൻ കഴിഞ്ഞു. കാർ ബിയുടെ വേഗത കാർ എയുടെ വേഗതയേക്കാൾ 10% കൂടുതലാണ്. അപ്പോൾ കാർ ബിയുടെ വേഗത എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാം അല്ലേ. നമുക്കറിയാം ഇവിടെ കാർ ബിക്ക് 110 മീറ്റർ മുന്നിലായിരുന്നു അല്ലേ. അപ്പോൾ 110 മീറ്റർ മുന്നിലായിരുന്നു. 4 സെക്കൻഡ് ശേഷം കാർ ബിക്ക് കാർ എയെ മറികടക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് കാർ എയുടെ ലീഡ് എത്രയാണ്? 110 മീറ്ററിന്റെ ലീഡാണ് കാർ എക്ക് ഉള്ളത്. അത് കാർ ബിയുടെ എക്സ്ട്രാ സ്പീഡ് കൊണ്ട് 4 സെക്കൻഡ് കൊണ്ട് കടന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ എക്സ്ട്രാ സ്പീഡ് എത്രയാണ് വരണേ? എക്സ്ട്രാ സ്പീഡ് ഓഫ് കാർ ബി. അപ്പൊ കാർ ബി ഈ 110 മീറ്റർ കടന്നു അല്ലെ. 110 മീറ്റർ ഇൻ 4 സെക്കൻഡ്. അതിന്റെ എക്സ്ട്രാ സ്പീഡ് കൊണ്ട് അത് 110 മീറ്റർ ഉണ്ടായിരുന്ന കാർ എയുടെ ലീഡിനെ 4 സെക്കൻഡ് കൊണ്ട് മറികടന്നു അല്ലെ. അപ്പൊ 110 മീറ്റർ ഇൻ 4 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് വരും? 27.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ കാർ ബിയുടെ എക്സ്ട്രാ സ്പീഡ്. കാർ എയുടെ സ്പീഡിനേക്കാൾ കാർ ബിയുടെ എക്സ്ട്രാ സ്പീഡ് വരുന്നത് 27.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സ്പീഡ് ഓഫ് കാർ എയുടെ സ്പീഡ് എന്ന് പറയുന്നത് 100% എടുക്കാം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് കാർ ബി എത്രയായിരിക്കും? കാർ ബിക്ക് 10% കൂടുതൽ സ്പീഡ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ അഥവാ 110% ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാർ എയുടെ സ്പീഡ് 100%. ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ വിചാരിക്കുക. കാർ എ 100 കിലോമീറ്റർ വേഗതയിലാണ് പോകണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കാർ ബി പോകുന്നത് 110 km/h വേഗതയിലായിരിക്കും പോവുക എന്ന് വിചാരിക്കുക. 10% കൂടുതലാണ്. ഈ 10% കൂടുതൽ സ്പീഡ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണുന്ന എക്സ്ട്രാ സ്പീഡായിട്ടുള്ള 27.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് അല്ലേ. 100 110 തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് 10%. ഈ 10% 27.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാർ എയുടെ വേഗത കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ 100% കണ്ടാൽ മതി അല്ലേ. അപ്പൊ 100% കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്? 27.5 × 10 വിച്ച് ഈസ് ഈക്വൽ ടു 275 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് സ്പീഡ് ഓഫ് കാർ എ നമുക്ക് 275 എന്ന് പറഞ്ഞ് കിട്ടി. പക്ഷെ ഇവിടെ കാണാൻ പറയുന്നത് എന്താണ്? കാർ ബിയുടെ സ്പീഡാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ സ്പീഡ് ഓഫ് കാർ ബി എന്തായിരിക്കും? എത്രയായിരിക്കും? കാർ ബി എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 110% അല്ലെ. 110%. അപ്പൊ 10% 27.5 ആണെങ്കിൽ 110% എത്ര വരും? 27.5 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 10ന്റെ എത്ര ഇരട്ടിയാണ് 110 വരണേ? 11 ഇരട്ടിയാണ് വരണേ അല്ലെ. അപ്പൊ അതിനെ 11 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 27.5 × 11 275 പ്ലസ് 27.5 302.5 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 302.5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം കാണേണ്ടത് കാർ ബിയുടെ എക്സ്ട്രാ സ്പീഡാണ് കാണേണ്ടത്. അതിൽ നിന്ന് കാർ എയുടെ സ്പീഡും കണ്ടു, കാർ ബിയുടെ സ്പീഡും കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആ ഡിഫറൻസ് ഇൻ സ്പീഡ് വെച്ചിട്ട് നമ്മൾ ചോദ്യത്തിൽ ആരുടെ സ്പീഡാണ് കാണാൻ പറയുന്നത് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നോക്കിക്കോളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പോലീസ് ആൻഡ് തീഫ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രാവിലെ 6 മണിക്ക് പോലീസ് ഒരു കള്ളനെ പിന്തുടരാൻ തുടങ്ങി. അതേസമയം മോഷണം രാവിലെ 4 മണിക്ക് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ 4 മണിക്ക് കളവ് നടന്നിട്ട് 6 മണിക്കാണ് പോലീസ് വരുന്നത്. അപ്പൊ 2 മണിക്കൂർ നേരം അവിടെ എന്ത് സംഭവിച്ചു? കള്ളൻ ആ മോഷ്ടിച്ച വസ്തുക്കളും കൊണ്ട് അയാൾ പോയി എന്നുള്ളതാണ് അല്ലെ. 2 മണിക്കൂർ നേരത്തേക്ക് 2 മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് ഇവർ 2 പേരുടെയും യാത്ര തമ്മിൽ. പോലീസിന്റെയും കള്ളന്റെയും വേഗത യഥാക്രമം മണിക്കൂറിൽ 77 കിലോമീറ്ററും മണിക്കൂറിൽ 55 കിലോമീറ്ററും ആയിരുന്നെങ്കിൽ
ഏത് സമയത്താണ് പോലീസ് കള്ളനെ പിടികൂടിയതെന്ന് കണ്ടെത്തുക. സ്വാഭാവികമായിട്ടും അല്ലെ, പിന്നിൽ ഓടുന്ന ആള് സ്പീഡ് കൂട്ടി ഓടിയാലാണ് ഫ്രണ്ടിൽ ഓടുന്ന ആള് പിടിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഫ്രണ്ടിൽ ഓടുന്ന ആള് കുറേ മുമ്പ് അയാൾ മോഷ്ടിച്ച വസ്തുവായിട്ടാണ് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കള്ളന്റെ സ്പീഡ് 55 km/h ആണ്, അതേപോലെ പോലീസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 77 km/h ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് കള്ളനെ പിടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതും കള്ളൻ സ്റ്റാർട്ട് ചെയ്ത സമയം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാന്നുള്ളത് നമ്മൾ നോക്കാം. നമ്മൾ അല്ലെ, എത്ര മണിക്കൂറിന് ഡിഫറൻസ് ആണുള്ളത്? കള്ളൻ 4 മണിക്ക് തന്നെ യാത്ര തുടങ്ങി, പോലീസ് 6 മണിക്കാണ് ചെയ്യണത് അല്ലെ. അപ്പൊ 2 മണിക്കൂറിന് ഡിഫറൻസ്. ഈ 2 മണിക്കൂർ നേരം കള്ളൻ സഞ്ചരിച്ചു അല്ലെ. ഈ 2 മണിക്കൂർ കൊണ്ട് കള്ളൻ എത്ര ദൂരം സഞ്ചരിച്ചു? കള്ളൻ സഞ്ചരിച്ച ദൂരം കാണാം അല്ലെ, സഞ്ചരിച്ച ദൂരം. കള്ളന്റെ സ്പീഡ് എത്രയാണ്? മണിക്കൂറിൽ 55 km ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കള്ളൻ എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? 55 × 2 110 km സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പൊ പോലീസ് കള്ളനെ പിടിക്കാൻ പോകുന്ന സമയത്ത് കള്ളൻ പോലീസിനേക്കാൾ 110 km ഫ്രണ്ടിലാണ്. ഇനി പോലീസ് ഇത് എങ്ങനെ ക്യാച്ചപ്പ് ചെയ്യും? കാരണം പോലീസിന് എക്സ്ട്രാ സ്പീഡ് ഉണ്ടെന്നുള്ളത്, അത് വെച്ച് ക്യാച്ചപ്പ് ചെയ്യുന്നുള്ളതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഈ പോലീസിന് കള്ളനെ പിടിക്കാൻ പറ്റും? സമയമാണ് കാണാൻ പറയുന്നത് അല്ലെ. ആ ടൈം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ അവരുടെ ഡിഫറൻസ് ഇൻ ഡിസ്റ്റൻസ്, അവരുടെ ദൂരം തമ്മിലുള്ള വ്യത്യാസം, അതായത് പോലീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ദൂരം എത്രയാണ്, അപ്പോൾ കള്ളൻ എത്ര ദൂരം ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടോ അതിനെ നമ്മൾ എന്ത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി? നമ്മൾ അവരുടെ റിലേറ്റീവ് സ്പീഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? കള്ളന്റെ സ്പീഡിന്റെയും പോലീസിന്റെ സ്പീഡിന്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് അഥവാ ആപേക്ഷികമായിട്ടുള്ള വേഗത എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ അല്ലെ. അപ്പൊ എത്ര ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് ഉണ്ട്? 110 km ഡിഫറൻസ് ഉണ്ട്. ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എത്രയാ? പോലീസിന്റെ സ്പീഡ് 77 km/h ആണ്, കള്ളന്റെ സ്പീഡ് 55 km/h ആണ് വരുന്നത് അല്ലെ. ഇപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 110 ഡിവൈഡഡ് ബൈ 22 വിച്ച് ഈസ് ഈക്വൽ ടു 5 അവർ എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? പോലീസ് സ്റ്റാർട്ട് ചെയ്ത് 5 മണിക്കൂറിനുള്ളിൽ കള്ളനെ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ കള്ളന്റെ ഒപ്പം എത്തിയിരിക്കും എന്നാണ് അർത്ഥം വരുന്നത്. പോലീസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? പോലീസ് സ്റ്റാർട്ട് ചെയ്തത് 6 AM ആ 6 AM നിന്ന് 5 മണിക്കൂർ കഴിയുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? 6 + 5 അഥവാ 11 മണിയായിട്ടുണ്ടാവും. ഈ 11 മണിക്ക് പോലീസ് കള്ളന്റെ ഒപ്പം എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ രീതിയിലൂടെയാണ് ഞാൻ പോയിരിക്കുന്നതെന്ന് നോക്കുക. സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു സെഷനുമായിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.